ഹായ്. അപ്പോൾ ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന കറുപ്പ് മൂവി റിലീസായി. ഞാൻ പോയി കണ്ടു. അപ്പോൾ എന്നോട് ചോദിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു കറുപ്പ് മൂവി എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ബ്ലാസ്റ്റ്. കിട്ടിയില്ല തിയേറ്റർ എക്സ്പീരിയൻസ്ഡ് മൂവി. ലൈക്ക് തിയേറ്ററിൽ പോയി കണ്ടാലേ കാര്യമുള്ളൂ. നമ്മളിപ്പോൾ വീട്ടിലിരുന്ന് OTT കണ്ടാൽ നമുക്ക് റിഗ്രറ്റ് അടിക്കും, മിസ്സായി പോയെന്ന് ഫീൽ വരും. കാരണം അത്രയ്ക്കും അങ്ങനെയാണ് സൂര്യനെ പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. സായിയുടെ മ്യൂസിക്കും സൂര്യയുടെ പ്രസൻസും RJ ബാലാജിയൊക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ അത്രയ്ക്കും തിയേറ്റർ എക്സ്പീരിയൻസ്ഡ് മൂവിയാണ്. ലൈക്ക് എനിക്ക് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ സ്റ്റോറി ഇല്ല അങ്ങനത്തെ രീതിയിൽ നമ്മൾ ലോജിക്കൊന്നും ആലോചിക്കരുത്. ഇതിൽ ലോജിക്കില്ല, ഓൺലി സെലിബ്രേഷൻ. ആ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സൂര്യ ഫാൻസിനും അല്ലാത്തവർക്ക് എല്ലാവർക്കും സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഈ മൂവി മൊത്തത്തിലുള്ളത്. ഒരുപാട് ഹൈപ്പ് മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതിലൊക്കെ സൂര്യയുടെ പ്രസൻസും ഓറയും കിട്ടില്ലനായിരുന്നു. സൂര്യയുടെ അതിൻ്റെ ക്ലോസപ്പ് ഒക്കെ എന്ത് രസമായിരുന്നു എന്നറിയാം. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. സായിയുടെ മ്യൂസിക്കൊക്കെ അതിനനുസരിച്ച് ആ മൊമെൻറ്റ്സിനെ ഹൈപ്പ് ഭയങ്കരമായിട്ട് കയറ്റുന്നുണ്ടായിരുന്നു. പിന്നെ RJ ബാലാജിൻ്റെ സ്ക്രീൻ പ്രസൻസും കിട്ടില്ലനായിരുന്നു കേട്ടോ. കാരണം പുള്ളി കോമഡിയാണ് ചെയ്യണമെങ്കിൽ പുള്ളിയുടെ ആ ഒരു വില്ലനിസം കിടിലനായിരുന്നു. പിന്നെ എനിക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരുപാട് കാസ്റ്റുകളുണ്ട്. തൃഷയുണ്ട്, നമ്മുടെ മലയാളത്തിൽ തന്നെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇന്ദ്രൻ ചേട്ടൻ, സ്വാസിക, അനഘ എന്ന് പറഞ്ഞ ആ ഒരു കുട്ടിയും അവരെല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ദ്രൻ ചേട്ടനെ പിന്നെ നമുക്ക് പറയണ്ട ഇന്ദ്രൻ ചേട്ടൻ്റെ അഭിനയം. അപ്പോൾ അതിൽ ഇന്ദ്രൻ ചേട്ടൻ്റെ ഒരു ഇമോഷണൽ സീനുണ്ട്, അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. പിന്നെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഗോഡ് വി എസ് ഹ്യൂമൻ എന്നുള്ള രീതിയിലാണ് വരുന്നത്. ആ കോൺസെപ്റ്റ് എനിക്ക് ഇഷ്ടമായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരിക്കലും ലോജിക്ക് നോക്കി എഴുതാനൊന്നും പറ്റത്തില്ല. ഇത് സെലിബ്രേഷൻ ചെയ്യേണ്ട മൂവിയാണ്. അത് സെലിബ്രേറ്റ് ചെയ്യാനുള്ള തരത്തിലാണ് മൂവി മൊത്തത്തിലുള്ളത്. അപ്പോൾ തിയേറ്ററിൽ പോയി കണ്ടാലേ നമുക്കൊരു ഫീല് കിട്ടുള്ളൂ. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ടത് സ്പോയിലറാണ്, എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല. കുറച്ച് റെഫറൻസസ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് എൻ്റെ മോനെ അതിൻ്റെ പ്ലേസ്മെൻ്റൊക്കെ നൈസായിരുന്നു. പിന്നെ കോമഡി കൊണ്ടുവരാനും ബാലാജി ലൈക്ക് കിടിലനായിരുന്നു. ഒരു ടൈംലി കോമഡിയും അതിൻ്റെ പ്ലേസ്മെൻറ്റും റെഫറൻസസിൻ്റെ ഒക്കെ പ്ലേസ്മെൻ്റൊക്കെ നൈസായിരുന്നു. നമുക്ക് കോമഡി ആയിട്ടും ആക്ഷനായിട്ടും ഇപ്പം മ്യൂസിക്കും എല്ലാം കൊണ്ടും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്ഡ് മൂവിയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.